ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു 2-4 തരം ചെടികളുമായിട്ടാണ് കേട്ടോ. അതിനകത്ത് പ്രധാനമായിട്ട് ഇതാ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് ഇരിക്കുന്ന ഒരു പ്ലാന്റാണ് ഈ കാണുന്ന ബ്ലൂ സാൽവിയ കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വർഷം ബ്ലൂ സാൽവിയയുടെ നോർമൽ പ്ലാന്റ് നമ്മൾ നല്ല രീതിയിൽ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല റേറ്റ് തന്നെയായിരുന്നു കേട്ടോ ഒരു പ്ലാന്റിന്. അതെന്ന് പറയുമ്പോൾ നമുക്ക് ഓൾ സീസണായിട്ട് ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റാണ്. സാധാരണ സാൽവിയ പൂക്കളൊക്കെ റയറായിട്ട് ഫ്ലവേഴ്സ്, അതായത് ഒരു സീസണിൽ മാത്രമൊക്കെ ഫ്ലവർ ഉണ്ടായി വരുന്നവയായിരുന്നു. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ഓൾ സീസണാണ്. എല്ലാ സീസണിലും നമുക്ക് നല്ല രീതിയിൽ പൂക്കൾ തരും കേട്ടോ. ഇപ്പം നമ്മുടെ ഇതിനകത്തുനിന്ന് വീഡിയോ എടുക്കുന്ന സമയത്ത് ഇതേ കുറച്ച് പൂക്കളൊക്കെ കഴിഞ്ഞിട്ട് പുതിയ പുതിയ മൊട്ടുകളും പൂക്കളൊക്കെ വന്നു തുടങ്ങുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നമുക്ക് ഹാങ്ങിങ് ആണ്. നമുക്ക് ചട്ടികളിലൊക്കെ ഹാങ്ങിങ് പോട്ടിലൊക്കെ തൂക്കിയിട്ട് വളർത്താൻ കഴിയുന്ന നല്ലൊരു ചെടിയാണ് കേട്ടോ ഇത്. അതാണ് ഇതിൻ്റെ എടുത്ത് പറയേണ്ട ഒരു പ്രത്യേക ഹാങ്ങിങ് ആണ് എന്നുള്ളത്. ഒരുപാട് തൈകൾ ഇതിൻ്റെ ഭാഗങ്ങളിൽ നിന്നെല്ലാം പൊട്ടി 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 ഇങ്ങനെ വരും. കൂടാതെ നമുക്ക് ഇത് വളരെ പെട്ടെന്ന് തന്നെ റൂട്ട് പിടിപ്പിച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ. നമ്മുടെ കൈകളിൽ ഇത്തിരി കറ്റാർവാഴ ഉണ്ടെങ്കിൽ ആ കറ്റാർവാഴയുടെ ഒരു പീസ് കട്ട് ചെയ്തിട്ട് അതിനകത്തേക്ക് ഇതിൻ്റെ സ്റ്റെമ്മോട് കൂടിയിട്ട് നമ്മൾ ഇറക്കി വയ്ക്കുക. എന്നിട്ട് മണ്ണിനകത്ത് വെച്ചിട്ട് നമുക്ക് മണ്ണോ ചകിരിച്ചോറോ അതിനകത്ത് നമുക്ക് വെച്ചിട്ട് സാധാരണ ചെടി നടുന്ന പോലെ നട്ട് വയ്ക്കാം. ഒരാഴ്ചയ്ക്കുള്ളിലൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഇതിൻ്റെ റൂട്ട് വരും കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു ചെടി ഉണ്ടെങ്കിൽ ഒരുപാട് ചെടികൾ ഈ ഒരു ചെടിയിൽ നിന്നും ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ കയ്യിൽ ഈ പ്ലാന്റ് സ്റ്റോക്ക് ഉണ്ടായിരുന്നു. നമുക്ക് വീഡിയോ യൂട്യൂബിനകത്ത് ഇടാനായിട്ട് പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലാന്റ് കുറേയൊക്കെ നമുക്ക് ഫേസ്ബുക്ക് ഗ്രൂപ്പുകളും വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ വഴി സെയിൽ ചെയ്തു കേട്ടോ. അപ്പോൾ ഇനി ഈ കാണുന്ന ഫുൾ പോട്ടോട് കൂടിയിട്ടാണ് നിങ്ങളുടെ കൈകളിലേക്ക് പ്ലാന്റ് അയച്ചു തരിക. അതായത് വിത്തൗട്ട് പോട്ടായിരിക്കും, എന്നാൽ ഈ കാണുന്ന അതേ ചെടികൾ തന്നെ കേട്ടോ. അതുപോലെ തന്നെ ഇതാ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളതാണ് ഒരു 2 പ്ലാന്റ് ഉണ്ടായിരിക്കും. അസേലിയയും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സെയിൽ നടക്കുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ഈ അസേലിയയും നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ബ്ലൂ സാൽവിയയുടെ റേറ്റ് എന്ന് പറയുന്നത് 150 രൂപയാണ്. ഈ കാണുന്ന അസേലിയയുടെ റേറ്റ് എന്ന് പറയുന്നത് 120 രൂപയാണ് കേട്ടോ. അത്യാവശ്യം നല്ല പ്ലാന്റ്സ് ആണ്. ഇതിനകത്ത് നമുക്കിപ്പോൾ 2 കളറുകളാണ് വരുന്നത് കേട്ടോ. ഒരെണ്ണം ഈ കാണുന്ന റെഡും ഒരെണ്ണം ഒരു വൈറ്റ് ആൻഡ് പിങ്ക് കോമ്പിനേഷനിൽ. അതുപോലെ ഈ കാണുന്നത് ചെമ്പരത്തിയാണ് കേട്ടോ. ചെമ്പരത്തി നമ്മൾ ഒരുപാട് വീഡിയോ അപ്ലോഡ് ചെയ്ത് ഒരുപാട് സെയിൽ നടന്നൊരു പ്ലാന്റാണ്. എന്നിരുന്നാലും ചില കസ്റ്റമേഴ്സ് നമുക്കിപ്പോഴും പൂക്കൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തതിൻ്റെ പേരിൽ കുറച്ച് പ്ലാന്റ്സ് അയക്കാനായിട്ട് പെൻഡിങ് ഉണ്ട്. അത് നമ്മൾ പൂ വരുന്നതനുസരിച്ചിട്ട് മാറ്റി വെച്ച് അയച്ചു കൊടുക്കും കേട്ടോ. പിന്നെ ഈ കാണുന്ന ചെമ്പരത്തികളിൽ ഇപ്പോൾ നിറയെ മൊട്ടുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ചെമ്പരത്തി ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് കോൺടാക്റ്റ് ചെയ്തോളൂ. പൂ വരുന്നതനുസരിച്ചിട്ട് നമ്മൾ പ്ലാന്റ് മാറ്റി വെച്ചിട്ട് അയച്ചു തരും കേട്ടോ. അപ്പോൾ ഈ കാണുന്നത് നമുക്ക് നല്ല അടുക്കുകളോട് കൂടി വരുന്ന ചെമ്പരത്തിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫ്ലവർ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ അത്യാവശ്യം എല്ലാറ്റിലും നല്ല രീതിയിൽ പൂക്കളുണ്ടായി നിൽക്കുന്നുണ്ട്. കുറേ പ്ലാന്റ്സിനകത്ത് മൊട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എല്ലാവരെയും ആകർഷിക്കുന്ന ചെടികളാണ്. ഇതൊക്കെ നമ്മൾ 500 എണ്ണം 200 എണ്ണമൊക്കെ ഓരോ ആഴ്ചയിലും സെയിൽ പോകുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ചെമ്പരത്തിക്ക് നമുക്ക് എല്ലാറ്റിനും ഒരേ റേറ്റ് തന്നെയാണ് വരുന്നത്, 100 രൂപയാണ് കേട്ടോ. നമ്മുടെ ഈ ബ്ലൂ സാൽവിയ, അതുപോലെ അസേലിയ, ഈ ചെമ്പരത്തികൾ ഇതെല്ലാം നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ വീടുകളിൽ വെച്ച് പിടിപ്പിക്കാൻ കഴിയുന്ന ചെടികളാണ് കേട്ടോ. പിന്നെ കഴിഞ്ഞ ദിവസം എനിക്കൊരു കസ്റ്റമർ ഒരു ഫോട്ടോ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരി അത് വാങ്ങിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് ചോദിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഈ ചെമ്പരത്തി വെക്കുന്ന സമയത്ത് ഒരു ചട്ടിയിൽ 2-3 ചെടികൾ വെക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അത്യാവശ്യം വലിയൊരു പോട്ട് എടുത്തിട്ട് അതിനകത്ത് നമുക്ക് വെക്കാമെന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് അങ്ങനെ വെച്ചിട്ട് കസ്റ്റമർ എനിക്ക് എൻ്റെ ഒരു ഫോട്ടോ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അവരുടെ വീട്ടിൽ അവർ ചെമ്പരത്തി വെച്ചിരിക്കുന്നത് അവരുടെ നല്ലൊരു പോട്ടിനകത്ത്, അതായത് അകത്തൊന്നും വെള്ളം വീഴാത്ത രീതിയിൽ വരുന്ന പോട്ടിനകത്ത് ഡൈനിങ് ടേബിളിലാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ കണ്ടുപോയപ്പോൾ തന്നെ അത് അത്രയും ഭംഗിയായിരുന്നു. പക്ഷേ ആ ഒരു ഫോട്ടോ അതിനകത്ത് അപ്ലോഡ് ചെയ്യാൻ നോക്കിയിട്ട് എൻ്റെ കയ്യിലില്ല. അവരൊരു 4 കളറാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഗ്രാഫ്റ്റ്, അതായത് ഒരു ചെടിയിൽ തന്നെ പല കളറുകൾ ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് സെറ്റാക്കി കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കുന്നുണ്ട്. നമ്മൾ ഡീലേഴ്സുമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ അതേ പറ്റിയിട്ട്. അപ്പോൾ നമ്മുടെ താല്പര്യപ്രകാരം 2-3 ചെടികളൊക്കെ വാങ്ങിച്ചിട്ട് ഒരു പോട്ടിനകത്ത് നമുക്ക് ഇതേപോലെയൊക്കെ പല കളറുള്ള ചെടികളൊക്കെ വെച്ച് കൊടുക്കാം. ഇനി അതല്ല നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ്സ് കിട്ടുവാണെങ്കിൽ എന്തായാലും വീഡിയോ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.